അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചേർന്നിരിക്കും. ദീനിൻ്റെ മജ്ലിസാണ്. ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടിയ ഒരു അമലാണ് ദീനിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അമലാണ്. മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമലാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വാഗ്ദാനമുള്ളൊരു അമലാണ്. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അടുത്ത് ചേർന്നിരിക്കണോ അത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പ്രതിഫലനം ഉണ്ടാക്കാൻ എളുപ്പമായിത്തീരും. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. صدق الله العظيم. ഏറ്റവും സ്നേഹധരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുഴുവൻ അമലുകളും അതിൻ്റെ പൂർണ്ണതകളോടുകൂടി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഖദറിൻ്റെ രാത്രി, 1000 മാസങ്ങളേക്കാൾ മഹത്വമുള്ളൊരു രാത്രി. ആ രാത്രി ഉൾക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ 10 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാത്രികൾ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളാണ്, 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുടനീളമുള്ള വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വത്തിൻ്റെ രാപ്പകലുകളിലാണ് നമ്മളുള്ളത്. നമ്മളിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയിലാണ്. പള്ളികളൊക്കെ അള്ളാഹുവിൻ്റേതാണ്. ഏതൊന്നിന് അള്ളാഹുവിലേക്ക് അള്ളാഹ് ചേർത്തി പറഞ്ഞു, അതിനൊക്കെ മറ്റുള്ളതിനേക്കാൾ എത്രയോ മഹത്വം കൂടുതലാണ്. അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, അവിടെ സമയം ചെലവഴിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ ആതിഥേയത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ ഇരുത്തത്തെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇഅ്തികാഫിലാണ്. അതേപോലെ തന്നെ രാത്രി ഇഅ്തികാഫിലായി കഴിച്ചുകൂടാൻ വേണ്ടി വന്നവരുണ്ട്. എല്ലാ അമലുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലക്കും തത്തഖൂൻ,
സത്യത്തിൽ തഖ്വ എന്ന് പറയുമ്പം ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, സാമൂഹിക ഇടപെടലുകളിലാകട്ടെ, നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിലാകട്ടെ, ഇവിടങ്ങളിലൊക്കെ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓരോ സമയത്തും എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ബോധ്യപ്പെടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ആ സന്ദർഭത്തെ ആ നിലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. ഇതിനാണ് തഖ്വ എന്ന് പറയാം. സത്യത്തിൽ ഈ തഖ്വ എവിടെ നിന്നാണ് വരുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. തഖ്വ ആർക്കും എടുത്ത് കാണിക്കാൻ കഴിയില്ല. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരവസ്ഥയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ എവിടെയാണ്? തഖ്വ എവിടെയാണ്? തഖ്വ എവിടെയാണ്? വയുഷീറു ഇലാ സദ്രിഹി സലാസ മറാത്ത്. 3 പ്രാവശ്യം തിരുനെഞ്ചിലേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിലുടനീളം നമ്മൾ പരിശോധിക്കേണ്ടത്, മുഹാസബ ചെയ്യേണ്ടത്, വീണ്ടു വിചാരം നടത്തേണ്ടത്. ഈ അവസാന നാളുകൾ സത്യത്തിലൊരു വീണ്ടു വിചാരത്തിനുള്ള നാളുകളാണ്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയൊക്കെ മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക്, ഒരു വ്യവസായി എന്നുള്ള നിലക്ക്, ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലക്കൊക്കെ, അല്ലെങ്കിൽ ഒരു അയൽവാസി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ, എല്ലാ നിലയിലും അള്ളാഹു ഉദ്ദേശിച്ചൊരു മാറ്റം എന്നിലുണ്ടായിട്ടുണ്ടോ എന്ന് ശരിക്കും ആത്മപരിശോധന നടത്തേണ്ട നാളുകൾ മാത്രമാണിത്. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ മനസ്സിലെയാണ്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഈമാൻ, വിശ്വാസം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന നിലയിൽ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ സമാധാനം ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം ആഴ്ന്നിറങ്ങിയവർക്കാണ്. കാരണം നമ്മൾ സാധാരണ പറയും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് വിശ്വാസം ആഴ്ന്നിറങ്ങാൻ. സത്യത്തിൽ ഈ ആഴ്ന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൃദയം ബോധ്യപ്പെടലാണ്. നമ്മൾ മറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സ്വർഗം, നരകം, അള്ളാഹുവിൻ്റെ വിചാരണ, ഹിസാബ്, ഇതേപോലെ തന്നെ തിന്മകൾ തൂക്കപ്പെടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം, ഈമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഈമാൻ കാര്യങ്ങൾ 6ആണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഈ 6 കാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളാണ്, അഭൗതികമാണ്. മലക്കുകളെ നമ്മൾ കാണുന്നില്ല, അതേപോലെ തന്നെ പരലോകം നമ്മൾ കാണുന്നില്ല, ഖദറിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുക, അതാണ് ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഈമാനിൻ്റെ തുടക്കം തന്നെ ഗൈബിൽ വിശ്വസിക്കലാണ്. ദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് ഈമാൻ എന്ന് പറയില്ല. ഞാനൊരു കാര്യങ്ങൾ കാണുകയാണ്, ആ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമല്ല. നേരെ മറിച്ച് കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക, അതാണ് സത്യത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ഇത് ഹൃദയം ബോധ്യപ്പെടുമ്പം ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ മാറി മറിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരുപാട് നിയത്ത് വെച്ചിട്ടുണ്ടാകും. ദിവസങ്ങളായി ക്ലാസ്സുകൾ കേൾക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, എൻ്റെ ജീവിതം മാറ്റണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചിട്ടുണ്ടാകും. തീരുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് എപ്പോഴാണ് നിലനിൽക്കുക? ഈ തീരുമാനങ്ങൾ നിലനിൽക്കണ്ടേ? ഈ തീരുമാനങ്ങൾ നിലനിൽക്കുന്നതിനാണ് നമ്മൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതേതവസ്ഥയിലും, ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച്, ദീനനുസരിച്ച് നമുക്ക് നിലകൊള്ളാൻ വേണ്ടി പറ്റും. നമുക്കറിയാൻ മഹാന്മാരായ സഹാബാക്കൾ, അവരെയാണ് നമ്മൾ സാധാരണ ഈമാന് ഉദാഹരണമായിട്ട് പറയൽ, അല്ലേ? സഹാബാക്കൾ ഒരു കാലത്ത് ആരായിരുന്നു? അവർ പിന്നെ അവർക്ക് ദീൻ കിട്ടിയപ്പം അവരെന്തായി മാറി? അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അവരും മനുഷ്യരാണ്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, വിചാരവികാരങ്ങളുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട്, അവർക്കും വിശപ്പുണ്ട്,
അവർക്കും ഭാര്യ മക്കളുണ്ട്, അവർക്കും ജീവനപ്പേടിയുണ്ട്, അവർക്കും വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. ഇതൊക്കെ അവർക്കും ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പറയും അത് സഹാബാക്കളല്ലേ, അത് ആ കാലഘട്ടത്തിലല്ലേ, അത് നബിതങ്ങളുടെ കാലഘട്ടത്തിലല്ലേ എന്നൊക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ നമുക്കുള്ളതുപോലെ എല്ലാ അവസ്ഥകളും എത്രത്തോളം അതിനേക്കാൾ കടുത്ത അവസ്ഥകൾ അഭിമുഖീകരിക്കുന്നവരാണ് സഹാബാക്കൾ. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തെറ്റുകളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബാപ്പാൻ്റെ കയ്യിനെ കൊണ്ട് ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടാണ്. ഇത്രയും വലിയ അധാർമികത, ഇത്രയും വലിയ അറിവില്ലായ്മ, അന്ധകാരം അവിടെ ജീവിച്ചിരുന്ന സഹാബാക്കൾ പിന്നെ അസ്ഹാബി കന്നുജൂം അല്ലെങ്കിൽ ഖൈറുൽ ഖുറൂനി ഖർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ സമുദായം എൻ്റെ സമുദായമാണ്, പിന്നെ അതിനെ തുടർന്നുള്ള സമുദായമാണ്, പിന്നെ അതിനെ തുടർന്നുള്ള സമുദായമാണ് എന്ന് പറയാൻ മാത്രം അവർ വിശുദ്ധരായത് എങ്ങനെയാണ്, എപ്പോഴാണ്? പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. അല്ലാഹ് പറയാണ്, അവർക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ظل وجهه مسودا, അവരുടെ മുഖം കറുത്ത് കരുവാളിക്കും. ظل وجهه مسودا وهو كظيم, അവൻ വേദനയും സങ്കടവും വിഷമൊക്കെ കടിച്ചറക്കുന്നവനാകും. വഹുവ ഖലീം. പിന്നെ അവൻ ആലോചിക്കണം എന്താ? യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, അവൻക്കറിയിക്കപ്പെട്ട ഈ സന്തോഷ വാർത്തയുടെ പേരിൽ അവൻ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു കഴിയണോ? യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, അതല്ല അയുംസികുഹു അലാ ഹൂനിൻ, എല്ലാ നിന്ദതകളും സഹിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഞാൻ ജീവിക്കാൻ വിടണോ? അം യദുസ്സുഹു ഫി തുറാബ്, അല്ലെങ്കിൽ ഈ കുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടണോ എന്ന് ഒരു ബാപ്പ ആലോചിക്കുന്ന കാലഘട്ടം. അല്ലാഹ് പറയാണ്, സാ അമാ യഹ്കുമൂൻ, അവരുടെ തീരുമാനങ്ങൾ എത്ര മോശം. പ്രിയമുള്ളവരെ, ഈ സഹാബാക്കൾ ദീൻ സ്വീകരിച്ചതിന് ശേഷം അവരുടെ അതിനു മുമ്പുള്ള ആത്മത പറയുന്ന രംഗങ്ങളുണ്ട്. സ്വന്തം ബാപ്പാര് അവരുടെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ സഹാബാക്കൾ പിന്നീട് കരഞ്ഞ് 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 നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വേദന പങ്കുവെക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്രയും അധപ്പതിച്ച ഈ ഒരു സമൂഹം അവർ പിന്നെ ആരായി മാറി? ഏറ്റവും ഉത്തമമായ സമുദായമായി മാറി. എങ്ങനെ അത് മാറിയത്? അവർ മനുഷ്യരല്ലേ, അവർക്കും തിന്മകളുണ്ടായിരുന്നു, അവരും പല അവസ്ഥകൾ കണ്ടവരാണ്. പക്ഷേ അവർക്ക് മാറാനുണ്ടായ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഹൃദയത്തിൽ ബോധ്യപ്പെടേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. അതിനാണ് ഈമാൻ എന്ന് പറയാം. നമ്മൾ ഈമാൻ എന്ന് പ്രസംഗിക്കുമ്പം അത് ശരിക്കും അത് ഹൃദയം ബോധ്യപ്പെടേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ദീനിൽ അടിയുറച്ച് നിന്ന് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് തരണം ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ് അല്ലേ? ഒന്ന്, അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ, താഅത്ത്, ഇംതിസാലു അവാമിരില്ല, അള്ളാഹിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പൂർത്തിയാക്കാം. അത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അതത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? ഒരാൾ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ അയാളുടെ സാമ്പത്തിക ഇടപാടിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ മുറിച്ച് മാറ്റി, ആ ബന്ധങ്ങളൊക്കെ മുറിച്ച് മാറ്റി അയാൾക്ക് പള്ളിയിലേക്ക് വരിക എന്നുള്ളത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അല്ലേ? അത്വാഅതു സഖീലത്തുൻ, അനുസരണ എന്ന് പറയുന്നത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ ഇതെപ്പോഴാണ് നമുക്ക് എളുപ്പമാകുക? ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ. ഇതേപോലെ തന്നെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പം അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല, വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം എപ്പോഴാണ് പൂർത്തിയാക്കപ്പെടുക? എപ്പോഴാണ് നമുക്ക് എളുപ്പമാകുക? ഈ ഒരു ബോധ്യം ഉണ്ടാകുന്ന സമയത്ത്. ഇതേപോലെ തന്നെ നന്മയിൽ മുന്നേറുക, ഇതും അടുത്തൊരു സംഗതിയാണ്. ഇതിനും ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രിയമുള്ളവരൊക്കെ എളുപ്പമായി തീരാം. അതുകൊണ്ട് മഹാന്മാരായ സഹാബാക്കൾ അവരാണ് നമുക്കിതിനൊക്കെ മാതൃക. അവരെത്രത്തോളം ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം അർപ്പിക്കാൻ തയ്യാറായി. അവരുടെ സർവസ്വം
അവർ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി, എല്ലാ രസങ്ങളും മുറിച്ചു മാറ്റാൻ തയ്യാറായി. ബദറിലുള്ള ചില രംഗങ്ങൾ ഓർത്തു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും ആ യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദറിന് വേണ്ടിയിട്ട് സൈന്യത്തെ തയ്യാറാക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്നുള്ള യാത്രയാണ്, അതുകൊണ്ട് വീട്ടിൽ വാഹനം റെഡിയുള്ള ആളുകൾ പെട്ടെന്ന് ഒരുങ്ങി വരണം, വാഹനം തേടി ദൂരെ പോകാനൊന്നും സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവണമെന്ന് പറഞ്ഞു. പെട്ടെന്നുള്ള കൽപ്പനയാണ്. നമുക്കറിയാം അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ റളിയല്ലാഹു അൻഹു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാനുള്ള ആ ഒരു ബേജാറിൽ പോവാണ്. ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തയ്യാറാവണം. ഒരു സഹാബിയുണ്ട് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരാണ് ഖൈസമ, മകൻ്റെ പേര് സഅദ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് പുരുഷന്മാരാണ് വീട്ടിലുള്ളത്. അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ തർക്കായി, ആരാ പുറപ്പെടുക. അങ്ങനെ അവരുടെ അവസാന തീരുമാനമാണ് നറുക്കിടുക എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും നറുക്കിട്ടു, ആര് പുറപ്പെടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബദറിന് വേണ്ടിയിട്ട്. അപ്പം നറുക്ക് വീണത് മകൻ്റെ പേരിലാണ്, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ്. അപ്പം അദ്ദേഹം പുറപ്പെടാൻ വേണ്ടി തയ്യാറായി, അദ്ദേഹം അങ്ങേയറ്റം സന്തോഷിച്ചു. ആ സമയത്ത് ബാപ്പ പറഞ്ഞു, ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, സാധാരണഗതിയിൽ മക്കൾ ബാപ്പാക്ക് അവരെ മാനിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തൂടെ, എനിക്ക് മുൻഗണന തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ബാപ്പാനോട് പറഞ്ഞു, ഇൻകാന ഹാദാ ഗൈറൽ ജന്ന ലഫഅൽതു, ഉപ്പ ഇത് സ്വർഗത്തിൻ്റെ കാര്യമല്ലായിരുന്നെങ്കിൽ ഞാനങ്ങനെ പ്രവർത്തിച്ചേനെ എന്ന് പറഞ്ഞിട്ട് മകൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോവാണ്. അങ്ങനെ ഈ മകൻ ഷഹീദാക്കപ്പെട്ടു. ബദറിൽ ഷഹീദാക്കപ്പെട്ട വാർത്ത കിട്ടിയപ്പം ഖൈസമ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമുണ്ടായി. പ്രിയമുള്ളവർ, എന്തിനാ വിഷമം? ആ ഷഹാദത്ത് മകൻ കൊണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ ഖൈസമ റളിയല്ലാഹു അൻഹ ഉറച്ച തീരുമാനമെടുത്തു, ഇനി ഒരു പുറപ്പെടലുണ്ടെങ്കിൽ ഞാൻ പുറപ്പെടും, എന്നിട്ട് ഷഹാദത്ത് വരിക്കും. അങ്ങനെ ഉഹുദിൽ വെച്ച് ഖൈസമ റളിയല്ലാഹു അൻഹ ഷഹീദാക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ എത്ര സഹാബാക്കൾ. ഇതേപോലെ തന്നെ നമുക്കറിയാം ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞൊരു സഹാബിയാണ്. നമ്മൾ ബദറിൽ പോയി കഴിഞ്ഞാൽ അവിടെ 14 ശുഹദാക്കളുടെ പേരുണ്ടാകും. അതിൽ ഒന്നാമത്തെ പേരാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ബദറിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ സമയത്ത് ഉമൈർ റളിയല്ലാഹു അൻഹു വലിയ ശരീരമുള്ള സഹാബാക്കളുടെ ബാക്കിൽ നിന്ന് ഒളിച്ചിക്കാണ്. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളെ പറഞ്ഞേക്കാണ്, അണികളെ തയ്യാറാക്കുന്ന അതിനിടയിൽ ചെറിയ 8 9 കുട്ടികളെ പറഞ്ഞയച്ചു. ആ സമയത്ത് വലിയ ശരീരമുള്ള സഹാബാക്കളുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിക്കാണ്. അപ്പം സഹോദരൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ഒളിച്ചിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെയും ഇതേപോലെ തിരിച്ചയക്കും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒളിച്ചു കഴിയുന്നതെന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഒന്നും മറഞ്ഞു പോകാറില്ല. നബി തങ്ങൾ കണ്ടു. ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് സമയമായിട്ടില്ല ഉമൈറെ, നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരച്ചിലിൻ്റെ ശക്തി കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കലിവ് തോന്നി, നബി തങ്ങൾ കൂട്ടത്തിൽ കൂട്ടി. 16 വയസ്സ് മാത്രമുള്ള ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ്റെ വാള് അവൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊക്കെ 16 വയസ്സുകാരുണ്ട് അല്ലേ, അതേപോലെ തന്നെ 18 വയസ്സ് 20 വയസ്സുകാരുണ്ട്. അവരുടെയൊക്കെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ജീവിതത്തോടുള്ള അവരുടെ ആഗ്രഹങ്ങൾ, മരണത്തോടുള്ള അവരുടെ നിലപാട്, മരണാനന്തര ജീവിതത്തോടുള്ള അവരുടെ നിലപാട്, സ്വർഗനരകത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാട് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഈ 16 വയസ്സുകാരൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയപ്പം, ആ ഒരു ബോധ്യം ഇറങ്ങിയപ്പം, അല്ലാഹ്, സ്വർഗം, അള്ളാഹുവിൻ്റെ തൃപ്തി, പരലോകം, അവിടുത്തെ വിജയം, അവിടുത്തെ ശാശ്വതത്വം, ഇതൊക്കെ ബോധ്യപ്പെട്ടപ്പം പ്രിയമുള്ളവർ എന്തും ത്യജിക്കാൻ അവർ തയ്യാറായി. ബദറിൽ ഇങ്ങനെ ശക്തമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരീഷ് എന്ന ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ യോദ്ധാക്കളെ ആവേശം കൊള്ളിച്ചു. ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്
ഉഇദ്ദത് ലിൽ മുത്തഖീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിയുക്തരാവുക, പെട്ടെന്ന് തയ്യാറാവുക, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം എന്നൊക്കെ പറഞ്ഞപ്പം ഒരു സഹാബിയുണ്ട്, ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു ബഹ് ബഹ് ബഹ്. എന്താ അതിൻ്റെ അർത്ഥം? മതി മതി മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമൈർ മാ ഹമലക അൻ തഖൂല ബഹ് ബഹ്, നീ ബഹ് ബഹ് എന്ന് പറയാൻ എന്താ നിന്നെ പ്രേരിപ്പിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇല്ലാ റജാ അൻ അകൂന മിൻ അഹ്ലിഹ, ആ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഞാൻ പെടണം എന്നുള്ള വലിയൊരു പ്രതീക്ഷയുടെ പേരിൽ മാത്രമാണ് ഞാൻ മതി മതി, ഇനി ഞാൻ അതിൻ്റെ അഹ്ലുകാരനാകട്ടെ എന്നുള്ള താല്പര്യത്തോടു കൂടി, ആവേശത്തോടു കൂടി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻ അഹ്ലിഹ, നീ അതിൻ്റെ ആൾക്കാരിൽ പെട്ടവൻ തന്നെയാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് കേൾക്കേണ്ട മാത്രയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അമ്പ് വെച്ച ഒരു ചെറിയ കിഴി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ഈത്തപ്പഴങ്ങളുണ്ടായിരുന്നു. ഈ ഈത്തപ്പഴം എടുത്ത് ഇങ്ങനെ തൊലിച്ച് തിന്നാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, ഞാനെങ്ങാനും എൻ്റെ ഈ കയ്യിലുള്ള വെറും എണ്ണപ്പെട്ട ഈത്തപ്പഴം തിന്ന് തീർക്കുകയാണെങ്കിൽ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നഹാ ലഹയാത്തുൻ തവീല, ഇന്നഹാ ലഹയാത്തുൻ തവീല, അതൊരു ദീർഘമായ ജീവിതാകും എന്ന് പറഞ്ഞിട്ട് വറമാ ബിഹ, അദ്ദേഹം കയ്യിലുള്ള ഈത്തപ്പഴം ദൂരെ കളഞ്ഞിട്ട് അദ്ദേഹം വാളെടുത്ത് അദ്ദേഹം ശക്തമായി പോരാടി ഹത്ത ഖുത്തില, ഷഹീദാക്കപ്പെടുന്നത് വരെ അദ്ദേഹം അതിശക്തമായിട്ട് പോരാടി മുന്നോട്ട് പോയി. പ്രിയമുള്ളവരെ, എന്താ ഇതൊക്കെ അവരെ പ്രേരിപ്പിച്ചത്? എന്താണ്? സ്വന്തം ജീവൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ, എല്ലാ താല്പര്യങ്ങളും രസങ്ങളും സുഖങ്ങളും വേണ്ട എന്ന് വെച്ച് അവർ സ്വർഗത്തിന്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് മുന്നിടാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഈ ഒരു ബോധ്യപ്പെടലാണ്. അള്ളാഹു ഉറപ്പാണ്, സ്വർഗം ഉറപ്പാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ പിന്നെ കാലാകാലത്തെ ജീവിതം അത് സ്വസ്ഥമാണ്, സന്തോഷത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യപ്പെടൽ. ഇത് കേട്ടപ്പം വേറൊരു സഹാബിയുണ്ട്, ഔഫ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, മാ യുദ്ഹിഖു റബ്ബു തബാറക വ തആല മിൻ അബ്ദി, ഒരടിമയുടെ എന്ത് കണ്ടാലാണ് റബ്ബ് ചിരിക്കുക? സഹാബാക്കളുടെ ചോദ്യമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്, നബി തങ്ങൾ ആവേശം കൊള്ളിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, മാ യുദ്ഹിഖു റബ്ബു തബാറക വ തആല ഫി അബ്ദി, തൻ്റെ അടിമൻ്റെ എന്ത് കണ്ടാലാണ് റബ്ബ് ചിരിക്കുക? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭം വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഗംസുഹു യദുഹു ഫിൽ അദുവി ഹാരിസ, അതായത് ഒരു യോദ്ധാവായിക്കൊണ്ട് അവൻ്റെ രക്തം, ശത്രുവിൻ്റെ രക്തം അവൻ്റെ കയ്യിൽ പുരളലാണ്, ഇത് കണ്ടിട്ട് റബ്ബ് ചിരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പടയങ്കി അഴിച്ചു വെച്ചു. എന്നിട്ട് വാളെടുത്ത് പൂർണ്ണമായിട്ടും പടയങ്കിയൊന്നുമില്ലാതെ ശത്രു സൈന്യത്തിലേക്ക് കയറി ശക്തമായിട്ട് പോരാടി ഖാതല ഹത്ത ഖുത്തില, ഷഹീദാക്കപ്പെടുന്നത് വരെ അദ്ദേഹം സധൈര്യം പോരാടി. പ്രിയമുള്ളവരെ, ഇതിനുള്ള ഒരു ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങളെ കൊണ്ട് സാധിക്കണില്ല. എന്താ സാധിക്കാത്തത്? ആ ഒരു ബോധ്യം ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. അതിനാണ് ഈമാൻ എന്ന് പറയാം. ഈ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞ് ഏത് വലിയ തെറ്റിൻ്റെ സാഹചര്യം നമ്മളെ മുമ്പിലെത്തുന്ന സമയത്ത് നമുക്ക് ഈ ബോധ്യം ഉണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കുന്നതിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. ഇതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. അവിടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിപതറാതെ നമുക്ക് ഉറച്ചിക്കാൻ പറ്റണം. ഈ ഉറച്ചിക്കുമ്പം നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ എന്താണ്? നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഈ ഒരു ഈമാൻ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ വലിയ പ്രയാസമായിരിക്കും. ജീവിതത്തിൽ നല്ല അവസ്ഥയാണെങ്കിൽ അയാൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. പക്ഷേ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവിടങ്ങളിലൊക്കെ ഈമാൻ ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായിട്ടും പതറും. അവൻക്ക് നിരാശ മാത്രമേ ഉണ്ടാകുള്ളൂ. അവൻക്ക് പ്രതീക്ഷയില്ലല്ലോ, പരലോകത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെയുള്ള ഒരാൾ അയാളെന്ത് ചെയ്യും? ഒന്നെങ്കിൽ അയാളുടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി വലിയ 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 അസ്വസ്ഥതയുടെയും അസമാധാനത്തിൻ്റെയും വഴി അദ്ദേഹം തിരഞ്ഞെടുക്കും. അവസാനം എന്ത് ചെയ്യും? അദ്ദേഹം ഒരു പടുകുഴിയിൽ ചെന്ന് വീഴും. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് വലിയ ആശ്വാസമാണ് പരലോകം എന്ന് ഓർക്കുമ്പം. അള്ളാഹു സ്വർഗം ഉണ്ടാക്കിയത് എന്തിനാ? സ്വർഗം ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്.
നരകം എന്തിനാ ഉണ്ടാക്കിയത്? നരകം ഉണ്ടാക്കിയത് അള്ളാഹ് ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അദലിൻ്റെ ഭാഗമാണ് നരകം. കാരണം അവിടെ നരകമില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അദല് സാധ്യമാകൂല. ദുനിയാവിൽ അള്ളാഹിനെ വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും തുല്യരാകാൻ പറ്റൂല. ദുനിയാവിൽ അള്ളാഹുവിനെ വഴിപ്പെടാത്തവർക്കും അള്ളാഹു യഥേഷ്ടം കൊടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് അദല് നടപ്പാകുക? നരകം അതിലേക്ക് അള്ളാഹുവിനെ വഴിപ്പെടാത്ത ധിക്കാരികളെ ഇടപെടുമ്പോഴാണ് സത്യത്തിൽ അവിടെ അദല് നടപ്പാക്കുക. അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടാം അള്ളാഹു നീതിമാനാണോ അല്ലേ എന്നുള്ള കാര്യം. ദുനിയാവിൽ അള്ളാഹ് നീതിമാനാണോ അല്ലേ എന്ന് ചിന്തിച്ചാൽ, ദുനിയാവിനെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയും അള്ളാഹ് ചെയ്യുന്നത് ശരിയല്ല, അനീതിയാണ്. അവിടെ യുദ്ധം നടന്നിട്ട്, ഫലസ്തീനിൽ യുദ്ധം നടന്നിട്ട് കുറേ കുഞ്ഞുങ്ങൾ മരിക്കുമ്പം ഇതൊന്നും നിങ്ങളുടെ റബ്ബ് കാണുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു ബോധ്യപ്പെടലാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. ആ സമയത്ത് നമുക്ക് ആകെ ആശ്വാസം എന്താണ്? നമുക്ക് ആകെ ആശ്വാസം അള്ളാഹ്, റബ്ബ്, പരലോകം, സ്വർഗം, അള്ളാഹുവിൻ്റെ നന്മകൾ. ഇതാണ് ഏറ്റവും വലിയ ആശ്വാസം നമുക്ക്. കാരണം ഒരു സ്ത്രീയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീൻ്റെ പേര് ഉമ്മു സുഫർ എന്നാണ്. അതേപോലെ തന്നെ ഷഹീദത്തു അസ്സഅദിയ എന്നും ആ സ്ത്രീയുടെ പേര് പറയപ്പെടുന്നുണ്ട്. കറുത്ത നീണ്ട കാണാൻ കൊള്ളാത്തൊരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ ഒരു ദിവസം നടന്നു വരുമ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു സ്വർഗാവകാശിയായ സ്ത്രീയെ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും കാണിച്ചെന്നാലും. ആരാണത്? അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ ആ വരുന്ന സ്ത്രീ, നീണ്ട കറുത്ത ശരീരമുള്ള വിരൂപിയായ ആ സ്ത്രീ, അവൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. എന്താ കാരണം? ഞാനും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ വന്നു. അവൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസ്റഉ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവസ്മാരം ഉണ്ടാവാറുണ്ട്, ബോധക്ഷയം സംഭവിക്കും, അവസ്മാരം ഉണ്ടാകും. ആ സമയത്ത് അത്തകശഫു, എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഫദ്ഉദ്ദാഹലി, എനിക്ക് എൻ്റെ ഈ അസുഖം ശിഫയാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സ്ത്രീയോട്, ശരി ഞാൻ പ്രാർത്ഥിക്കാം, അസുഖമൊക്കെ ശരിയാകും എന്നാണോ പറഞ്ഞത്? അല്ല. നബി തങ്ങൾ എന്താ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ നിൻ്റെ അസുഖം മാറും, നിനക്ക് ശിഫയാകും. പക്ഷേ നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഈ രോഗത്തിൽ നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഫലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഏതു വേണം? തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീയാണ്, രോഗവുമായിട്ട് വന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് രോഗത്തിനുള്ള ആശ്വാസം പകർന്നു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. മറിച്ച് അള്ളാഹു ദുനിയാവിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ തരുന്നത് പരലോകത്തിൽ അവർക്കുള്ള ദറജ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏക സമാധാനം അതാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതൊന്നും വെറുതെയല്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ ഒരു പ്രതിഫലവും അള്ളാഹു പാഴാക്കൂല. പ്രിയമുള്ളവർ, അതുകൊണ്ട് ആ സ്ത്രീ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വർഗം മതി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് പറയാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ച എന്താണ്? പരലോക ബോധ്യമാണ്. നാളെ സ്വർഗമുണ്ട് എന്നുള്ളൊരു ബോധ്യം, അള്ളാഹു ഇതിൻ്റെ പേരിൽ എനിക്ക് പകരം തരും എന്നുള്ള ബോധ്യം. ഈ ബോധ്യം ഇല്ലാതാകുമ്പം നമ്മൾ ഇപ്പം തൽക്കാലം ആശ്വാസം മതി എന്നാ ചിന്തിക്കാം. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുക, ഇപ്പം തൽക്കാലം തെറ്റൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം എന്ത് ചെയ്യുക, ഒന്ന് ആശ്വാസം കിട്ടട്ടെ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്, ഇത്രയും നമ്മൾ നോമ്പനുഷ്ഠിച്ചു, ഈ നോമ്പിലൂടെ അള്ളാഹ് ലക്ഷ്യമാക്കുന്നത് തഖ്വയാണെങ്കിൽ, ഈ തഖ്വ എന്ന് പറയുന്നത് അത് ഈമാനിൽ നിന്നുണ്ടാകുന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടലാണ്. ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് തളരാതെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അത് തെറ്റുകളുടെ മുമ്പിലാണെങ്കിലും ശരി, ആഗ്രഹങ്ങളുടെ മുമ്പിലാണെങ്കിലും ശരി, എന്തിൻ്റെ മുമ്പിലാണെങ്കിലും ശരി, നമുക്ക് തളരാതെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ആ സഹാബി വനിത ഇത് തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, പക്ഷേ അത്തകശഫു, ഞാൻ അവസ്മാരം അതിൽ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ.
പക്ഷേ എൻ്റെ വസ്ത്രം മാറുന്നുണ്ട്, അതിനു വേണ്ടി ദുആ ചെയ്താലും നബി തങ്ങൾ അതിനു വേണ്ടി ദുആ ചെയ്തു. അവളുടെ വസ്ത്രം മാറാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ആ സ്ത്രീ തിരിച്ചുപോയി. ആ സ്ത്രീയെ കാണിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഒരു സ്വർഗാവകാശിയായ സ്ത്രീ വരുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ, ഇനി ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ വന്നു അല്ലേ, നമുക്ക് ഏറ്റവും വലിയ ഒരു ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ദേഹേച്ഛകൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന കൊടുക്കണം. ഇതാണല്ലോ ജീവിതത്തിൽ ത്യാഗം എന്ന് പറയുന്നത്. ഒരു സഹാബി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പേരുടെ ഒരു സംഭവം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 3 പേരുണ്ടായിരുന്നു. ആ പേര് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ കൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. 3 യുവാക്കളുടെ സംഭവം. അവർ ഒരു യാത്രക്ക് പുറപ്പെട്ടു. അങ്ങനെ വനാന്തരങ്ങളിലൂടെ മലമുകളിലൂടെ അവർക്ക് യാത്ര ചെയ്യണം. അവരിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ശക്തമായ കാറ്റടിച്ചു, മഴ പെയ്തു. അവർക്ക് അഭയം പ്രാപിക്കാൻ അവർ ചുറ്റും നോക്കിയപ്പം ഒരു ഗുഹയാണ് അവർ കണ്ടത്. അങ്ങനെ അവർ 3 പേരും ഗുഹയിൽ എന്ത് ചെയ്തു? അഭയം പ്രാപിച്ചു. ഗുഹയിൽ കയറിയ ഉടനെ തന്നെ ഗുഹാമുഖത്ത് വലിയൊരു പാറ വന്ന് അടഞ്ഞു. ഒരു വെളിച്ചം പോലും ഉള്ളിൽ കടക്കാൻ പറ്റാത്ത സ്ഥിതിക്കായി. അവർക്ക് പുറത്തടക്കാൻ പറ്റണില്ല, വെളിച്ചമില്ല. അവരാകെ പ്രയാസത്തിൽ അകപ്പെട്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനത് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് ജീവിതത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ നോക്കിക്കാണേണ്ടത്? അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ബോധ്യം എന്തായിരിക്കണം എന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കുടുങ്ങി. അങ്ങനെ അവർ തീരുമാനിച്ചു, അവസാനം നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത്? അവസാനം അവർ കണ്ടെത്തിയ വഴി എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്ത അമലുകളെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ 1-ാമത്തെ ആളിരുന്നു ദുആ ചെയ്യാൻ വേണ്ടി. അയാൾ ദുആ ചെയ്തു, അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവശരായ മാതാപിതാക്കൾ. ഞാനിങ്ങനെ എൻ്റെ ആടിനെ മേച്ച് വൈകുന്നേരമാകുമ്പം സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് വരും. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആടിൻ്റെ പാല് കറന്നിട്ട് ആദ്യം എൻ്റെ മാതാപിതാക്കളെ കുടിപ്പിക്കും, എന്നിട്ടാണ് എൻ്റെ ഭാര്യമക്കളെ കുടിപ്പിക്കും, എന്നിട്ട് ഞാൻ കുടിക്കും. ഇതാണ് എൻ്റെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ നിത്യവൃത്തി ഇതാണ്. ഒരു ദിവസം ഒരു മരം അത് വീണ് അതിൻ്റെ പ്രയാസത്തിൻ്റെ പേരിൽ ഞാൻ വീട്ടിലെത്താൻ ഒരുപാട് വൈകി. ഞാൻ വൈകിയപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾ ക്ഷീണിച്ചുറങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കളാണെങ്കിൽ അവർ വിശന്നിട്ട് വാവിട്ട് കരയുണ്ട്. ഹദീസിൽ പറയുന്നുണ്ട്, യതദാഗൗന ഇൻദ ഖദമി, എൻ്റെ കാലിൻ്റെ അടിയിൽ കടന്ന് അവർ ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. മക്കൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കാലിൻ്റെ അടിയിൽ കടന്ന് ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്, അല്ലാഹുവേ, എൻ്റെ പതിവ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കുടിപ്പിച്ചതിന് ശേഷമാണ് മക്കളെ കുടിപ്പിക്കുക. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ക്ഷീണം കാരണം ഉറങ്ങിയിട്ടുണ്ട്. അവരെ ഉണർത്താൻ അദബ് കേടാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ മക്കളുടെ ഈ ഒരു കരച്ചിൽ അവഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോടുള്ള ബഹുമാനം കാരണം ഈ പാലിൻ്റെ പാത്രവുമായി അവർ സ്വമേധയാ ഉണരുന്നത് വരെ ഞാൻ അവിടെ തന്നെ കാത്തു നിന്നു. എൻ്റെ മക്കളൊക്കെ കരഞ്ഞ് ഉറങ്ങി. അങ്ങനെ അവസാനം അവർ സ്വന്തം എണീച്ചതിന് ശേഷം, അവരെ കുടിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ മക്കളെ കുടിപ്പിച്ചത്. അല്ലാഹുവേ, ഇത് ഞാൻ ചെയ്തത് നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞങ്ങൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അള്ളാഹു ഡയറക്റ്റ് ഇടപെടാണ്, നേരിട്ട് ഇടപെടാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്ത് കൊണ്ട് ഈ പാറ അല്പം നീങ്ങി. അവർക്ക് പുറത്ത് കടക്കാനായില്ല. ഹദീസിൽ പറയുന്നുണ്ട്. പക്ഷെ വെളിച്ചം വരാൻ തുടങ്ങി, പുറത്ത് കടക്കാനായില്ല. 2-ാമത്തെ ആളിരുന്നു ദുആ ചെയ്തു, അല്ലാഹുവേ, കാനത്തിലി ഇബ്നത്തു അമ്മിൻ, എനിക്ക് ഒരു കൊച്ചാപ്പയുടെ മകളുണ്ടായിരുന്നു. അവൾ അതീവ സുന്ദരിയാണ്. ഞാൻ അവൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുമായിരുന്നു. എത്രത്തോളം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എത്രത്തോളം ഇഷ്ടപ്പെടുമോ അത്രത്തോളം ഞാൻ അവളെ ഇഷ്ടപ്പെടുമായിരുന്നു. ഞാൻ അവളെ പല പ്രാവശ്യം ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം വലിയ ഒരു ക്ഷാമം പിടിപെട്ടു. ഞാൻ വലിയ സമ്പന്നനാണ്. അവൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവൾക്ക് 120 ദീനാർ സ്വർണ്ണ നാണയം കൊടുത്തു. അവൾ എനിക്ക് വേണ്ടി എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ സമ്മതിച്ചു. അല്ലാഹുവേ, അങ്ങനെ ഞാൻ അവളെ
സ്വീകരിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അവളെ ചുണ്ടിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ അടുത്ത് വെച്ചപ്പം അവൾ പറയുന്നു, ഇത്തഖില്ല 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 വലാ തഫ്ലി ഖാതമി ഇല്ലാ ബിഹഖി. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ അല്ലാഹനെ സൂക്ഷിക്കണം, നീ അല്ലാഹനെ സൂക്ഷിക്കണം. എൻ്റെ ചാരിത്രം, എൻ്റെ പരിശുദ്ധത അതിൻ്റെ അവകാശത്തോടു കൂടിയല്ലാതെ അതിനെ കളങ്കപ്പെടുത്തരുത് എന്നാ പെണ്ണിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. അല്ലാഹുവേ, അതെൻ്റെ മനസ്സിൽ കൊണ്ടു, എനിക്ക് നിൻ്റെ വിചാരം വന്നു. ഞാൻ അതോടുകൂടി ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നു. ഞാൻ അവളെയും അവൾക്ക് കൊടുത്ത സ്വർണ്ണ നാണയവും വിട്ടയച്ചു. ഞാൻ അവളോട് പോകാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, ഞാനിത് ചെയ്തത് നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇത് നബി തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സഹീഹായ ഹദീസാണ്. ഈ പാറ അല്പം നീങ്ങി, അവർക്ക് പുറത്ത് കടക്കാനായില്ല. മൂന്നാമത്തെ ആളിരുന്നു. അയാൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എനിക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ജോലിക്കാരൻ കൂലി വാങ്ങാതെ അയാൾ പോയി കളഞ്ഞു. നാളുകൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നിട്ട് അയാളുടെ കൂലി ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ദാ ഈ കാണുന്ന മല മുഴുവൻ നിൻ്റെ കൂലിയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന താഴ്വരയിലുള്ള ആട് മാട് ഒട്ടകങ്ങളൊക്കെ നിൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, അതസ്തഹീബി, നീ എന്നെ പരിഹസിക്കാണോ, നീ എന്നെ കളിയാക്കാണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, കളിയാക്കല്ല, നിങ്ങൾ ഇട്ടേച്ചു പോയ കൂലി അതിനെ കൊണ്ട് ഞാനൊരു ആടിനെ മേടിച്ചു. പിന്നെ അതിൽ നിന്ന് ധാരാളം ആടുകളുണ്ടായി, അതുപയോഗിച്ച് ഞാൻ പിന്നെ പശുക്കളെയും ഒട്ടകങ്ങളെയൊക്കെ മേടിച്ചു. ഇങ്ങനെ ഈ വാദി, ഈ മലഞ്ചെരിവ് നിറയെ നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ കൂലിയിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞപ്പം, അല്ലാഹുവേ, ഒരു മൃഗത്തെപ്പോലും ബാക്കിയാക്കാതെ അയാൾ മുഴുവൻ മൃഗത്തെയും തെളിച്ചു കൊണ്ടുപോയി. ഞാനിങ്ങനെ നോക്കി നിന്നു. ഞാൻ ഈ പ്രവർത്തിച്ചത് നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മൂന്നാമത്തെ ആളും പ്രാർത്ഥിച്ചപ്പം, പ്രിയമുള്ളവരെ, ഇൻ ഖല്ലത്തി സഖ്റത്തു, ഈ പാറ പൂർണ്ണമായിട്ടും നീങ്ങി അവർ 3 പേരും സുഖമായിട്ട് പുറത്തിറങ്ങി നടന്നുപോയി. ഇത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള തഖ്വ എന്താണ്? അത് സത്യത്തിൽ നമ്മൾ പാലിച്ചിട്ടുണ്ടോ? ആ ഒരു രംഗം അത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ? മാതാപിതാക്കൾ മുതലാണ് കുടുംബജീവിതത്തിലുള്ള തഖ്വ തുടങ്ങുന്നത്. ഇതെപ്പോഴുണ്ടാവുക? ഇത് നാളത്തെ പരലോകത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പം ഏത് അനിഷ്ടകരമായ സംഭവങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടായാലും അതൊക്കെ സാരില്ല, പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരോടുള്ള പെരുമാറ്റത്തിൽ വലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ ഉഫ് എന്ന് പറയരുത്. എന്നാൽ ഉഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ ഛേ എന്നർത്ഥം വെക്കും അല്ലേ? മലയാളത്തിൽ വേറെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അനിഷ്ടകരമായ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ആംഗ്യം കാണിക്കൽ, അല്ലെങ്കിൽ ഒരു വാക്ക്, ഇതൊക്കെ ആ ഉഫ് എന്ന വിശാലമായ വാക്കിൻ്റെ അർത്ഥമാണ്. പ്രിയമുള്ളവരെ, ഇവിടുന്ന് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള തഖ്വ തുടങ്ങാൻ. നമ്മുടെ മാതാപിതാക്കളോട് നമ്മളുടെ പെരുമാറ്റം, അതേപോലെ തന്നെ അവരോടുള്ള ബഹുമാനം, ആദരവ്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ദുൽ മിനർ റഹ്മ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം താഴ്മയുടെ, എളിമയുടെ. ഞാൻ എത്ര വലിയ ആളായാലും എൻ്റെ മാതാപിതാക്കൾ ചിലപ്പം അറിവില്ലാത്തവരായിരിക്കും, എൻ്റെ പോലെ സമ്പത്തില്ലാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പോലെ ഉദ്യോഗമോ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഇല്ലാത്ത ആളായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയിലും ഒന്നുമില്ലാത്ത മാതാപിതാക്കളെ അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ചിറക്, താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അറബിയിലൊരു പ്രയോഗമല്ല. ഇതേപോലെ തന്നെ നമ്മൾ കുടുംബജീവിതം പോലെ തന്നെ രണ്ടാമത്തെ ആളിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പ്രിയമുള്ളവരെ, ഒരു ആരാരുമില്ലാത്ത സമയത്ത് തെറ്റിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ തിന്മയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഇതുണ്ടാകുമ്പോഴാണ് നമുക്ക് ഏത് തെറ്റിൽ നിന്നും പിന്മാറാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ആള് അതിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള തഖ്വയാണ്. പല ആളുകളെക്കുറിച്ചും പല ആളുകളും പറയും, മുതലാളിയെക്കുറിച്ച് തൊഴിലാളി പറയും, ജോലിയല്ലേ, ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂലല്ലോ, ഇടങ്ങാറായി അയാളുടെ കീഴിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയും അല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ കീഴിലുള്ളവർ നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ, സമാധാനിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമ്പത്തിനേക്കാൾ വലുതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യൻ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും അവരും ആഗ്രഹിക്കണം അതാണ്. എൻ്റെ ഭർത്താവ് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ മക്കളും ആഗ്രഹിക്കണം അതാണ്. ഇതേപോലെയുള്ളൊരു കുടുംബജീവിതം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ടായിത്തീരാം.
ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഈ റമദാൻ കൊണ്ട് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഈമാൻ എന്ന് പറയുന്ന ഒരു ബോധ്യം, നാളത്തെ പരലോകത്തെക്കുറിച്ച്. ഇന്നങ്ങ് മൺമറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ പരലോകം തുറക്കാണ്. അതോടുകൂടി പിന്നെ എൻ്റെ കയ്യിലുള്ള എന്താണ്? ഞാൻ ഈ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ച സമ്പാദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും തളരാത്ത ഒരു ഈമാൻ, ആ ഒരു തിരിച്ചറിവ് അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളിലും വലിയ ആശ്വാസം പകരും, വലിയ സമാധാനമായിരിക്കും. അല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ്റെ കാര്യം ആശ്ചര്യകരം തന്നെയാണ്. എന്താ കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻക്ക് നേട്ടത്തിനുള്ളതാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എന്നിട്ട് നബി തങ്ങൾ അതിനെ വിശദീകരിച്ചു, ഇൻ അസ്വാബത്തുഹു സറാ ഫശക്കറ ഫഹുവ ഖൈറുല്ല, അവൻക്ക് ജീവിതത്തിൽ ലാഭം കിട്ടി, സന്തോഷങ്ങൾ കിട്ടി, അല്ലെങ്കിൽ പുരോഗതി കിട്ടി, സന്തോഷത്തിനുള്ള വക കിട്ടി. ഇൻ അസ്വാബത്തുഹു സറാ ഫശക്കറ, അവൻ അതിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്തു, നന്ദി കാണിച്ചു, അത് അവൻക്ക് നന്മക്ക് നേട്ടത്തിന് വേണ്ടിയാണ്. ഇൻ അസോബത്തു സറ ഫശക്കറ ഫഹുവ ഖൈറുല്ല. ഇനിയോ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അയാൾക്ക് അടിക്കടി വന്നുകൊണ്ടേയിരിക്കണം. ചില ആളുകൾ പറയും, ഞാൻ ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും നോമ്പോറ്റും ഞാൻ സദഖ കൊടുത്തിട്ടും ഇത്രയൊക്കെ നല്ല ആളായിട്ടും എന്നെ തന്നെ പരീക്ഷണങ്ങൾ പിടികൂടിക്കൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹ് പരീക്ഷിക്കുക. എന്തിനാ പരീക്ഷിക്കണത്? നാളെ പരലോകത്തിൽ ഉയർന്ന അവസ്ഥ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരലോക ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പരീക്ഷണങ്ങളിൽ തളരാതെ ഉറച്ചിക്കാൻ പറ്റുക. അപ്പം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുണ്ടായി ജീവിതത്തിൽ, അവൻ ക്ഷമിച്ചു, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഖൈറുല്ല, അതും അവനക്ക് നേട്ടാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഇതാർക്ക് മാത്രമേ ഉള്ളൂ? ഇതാർക്ക് മാത്രമേ ഉള്ളൂ? ഇത് ഒരു വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. എന്തിനെക്കുറിച്ചുള്ള വിശ്വാസം? പരലോക വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ എന്ത് ആശ്വസിക്കാനാണ്, എന്ത് സമാധാനിക്കാനാണ്? അവർക്ക് വിഷമങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, അവരെന്ത് ചെയ്യും? അവർക്ക് ചെയ്യുന്നതൊക്കെ അവർ ചെയ്തു കൂട്ടും, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് വലിയ ആശ്വാസം. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പ്രവാചകൻ്റെ സംഭവം പറയുന്നുണ്ട്, അതും കൂടി പറഞ്ഞാൽ നിർത്താം. ഒരു പ്രവാചകൻ്റെ സംഭവം, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പ്രിയമുള്ളവർ, ആരാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം? എന്തിനാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുന്നത്? നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കൽ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. എത്രത്തോളം വെള്ളത്തിന് നമ്മൾ ആവശ്യക്കാരാകുന്നത് പോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കൽ അവനക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ഈമാൻ നിലനിർത്തണമെങ്കിൽ, നമ്മൾ പതറാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ, നമ്മളെ പരലോകം അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ അറിഞ്ഞിരിക്കണം. ഒരു പ്രവാചകൻ്റെ സംഭവം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഖസസിലും സൂറത്തുൽ അംബിയായിലൊക്കെ അല്ലാഹ് പറയുന്നുണ്ട്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം ഫസ്തജബ്നാ ലഹു വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ഇങ്ങനെ പറയാണ് ആ പ്രവാചകൻ്റെ സംഭവം. ആരാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം? അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ച സന്ദർഭം ഓർക്കുക. മുഅ്മിനീങ്ങളോട് പറയാണ്, ആ വിളിച്ച സന്ദർഭം ഓർക്കുക. ഇദ് നാദാ റബ്ബഹു, എന്താ വിളിച്ചത്? അന്നി മസ്സനിയ ദുർറു, അള്ളാഹുവേ എനിക്കൊരു പ്രയാസം എന്നെ പിടികൂടിയിരിക്കുന്നു. അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. വഅൻത അർഹമുർ റാഹിമീൻ, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്തജബ്നാ ലഹു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു, അതിനുത്തരം നൽകി. ഫസ്തജബ്നാ ലഹു വആതൈനാഹു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ അദ്ദേഹത്തിന് അള്ളാഹ് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, എത്രയാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ ഇരട്ടി കൊടുത്തു. വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്ന, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിട്ട് അള്ളാഹ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, ഇതിലൊക്കെ ആബിദീങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആരാ ആബിദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ വഴിപ്പെടുന്ന ആൾക്കാണ് ആബിദ് എന്ന് പറയാം, അല്ലേ? അവർക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഇനി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഹദീസുകളിലുണ്ട്, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വലിയ സമ്പന്നനായിരുന്നു. എത്രത്തോളം വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ തന്നെ 5000-ൽ പരം ജോലിക്കാർ തന്നെ ഉണ്ടായിരുന്നു. എത്ര വലിയ സമ്പത്തായിരിക്കും.
അത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന് നല്ല കരുത്തുറ്റ യുവാക്കളായ ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ സുന്ദരിയായ, വളരെ ആരോഗ്യമുള്ള നല്ല ഭാര്യ ഉണ്ടായിരുന്നു, നല്ല ശരീരം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹു ഒരു പ്രവാചകനെ പരീക്ഷിക്കുകയാണ്, ഒന്നൊന്നായി എടുത്തിങ്ങനെ പരീക്ഷിക്കണം. ആദ്യം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അയൽ രാജ്യവുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ സമ്പത്തൊക്കെ കൊള്ളയടിക്കപ്പെട്ടു, ജോലിക്കാരെയൊക്കെ വധിക്കപ്പെട്ടു. ഇങ്ങനെ പല നിലയിലായി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. സമ്പത്തിൻ്റെ പേരിൽ ഒരു പ്രവാചകൻ അള്ളാഹ് പരീക്ഷിക്കുമ്പം ആ പ്രവാചകൻ്റെ നിലപാട് എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരാം. ഈ നിലപാടായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിലാണ് അവൻ്റെ സമാധാനം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ ഒരു ചരിത്രത്തിലൂടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വഫാത്തായി. പ്രവാചകന്മാർക്ക് അള്ളാഹു വലിയ ത്യാഗം കൊടുത്തു. ഈ ത്യാഗം, ഏറ്റവും വലിയ ത്യാഗം എന്താണ്? അവരുടെ ജീവിതകാലത്ത് തന്നെ അവർക്ക് വേണ്ടതൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവാചകൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 7 മക്കളുണ്ട് അല്ലേ? അതിൽ എല്ലാവരും വഫാത്തായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വഫാത്തായത് ആകെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ്. നബി തങ്ങൾ വഫാത്തായതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബീവി വഫാത്താകുന്നത്. ഇങ്ങനെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എല്ലാ മക്കളും വഫാത്തായി. ശേഷം അള്ളാഹു മക്കളും നഷ്ടപ്പെട്ടു. ഏറ്റവും വലിയ സമ്പത്ത് പിന്നെ മക്കളാണ്, അതും നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അള്ളാഹു കൊടുക്കുകയാണ്. എന്താ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ? അദ്ദേഹത്തിൻ്റെ ശരീരം സകലം വ്രണങ്ങളായി, അതിങ്ങനെ രക്തവും ചിലൊക്കെ പൊട്ടി ഒലിക്കാൻ വേണ്ടി തുടങ്ങി. എത്രത്തോളം ഹദീസിൽ പറയുന്നുണ്ട്, ഒരു സൂചിയുടെ മുന അത് അത്ര സ്ഥലം പോലും ബാക്കിയില്ലാത്ത നിലയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയമല്ലാത്ത മറ്റു ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ മുറിയായി, അതിങ്ങനെ പൊട്ടിയൊലിച്ച് അതിൽ നിന്ന് രക്തവും ചിലൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇത്രത്തോളം അള്ളാഹ് പരീക്ഷിച്ചൊരു പ്രവാചകനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടണം, അള്ളാഹ് പരീക്ഷണം എന്തിനാ തരുന്നത്? ദുനിയാവിൽ ഒരിക്കലും ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരീക്ഷണം എന്ന് പറയുമ്പം അയാൾക്കൊരു ആശ്വാസമായി മാറണം. നാളെ പരലോകത്ത് ഇതിൽ പ്രതിഫലം കാംക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് വലിയ പദവി തരും. അങ്ങനെ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹം താമസിക്കുന്ന ഇടമൊക്കെ മാറി ദൂരെ പോയി താമസിച്ചു, ആളുകളെ പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ ഭാര്യ മാത്രം. ആ ഭാര്യയ്ക്ക് എത്ര സ്നേഹം ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഭാര്യ അദ്ദേഹത്തെ വിടാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തി എന്ന് പറയുന്നത്, ഭാര്യ രാവിലെ ആകുമ്പം ബാക്കിയുള്ള വീട്ടുജോലിക്ക് വേണ്ടി പോകും. എന്നിട്ട് അവിടെ പാത്രം കഴുകിയിട്ടും അലക്കിയിട്ടും അടുക്കളപ്പണി എടുത്തിട്ടൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് വൈകുന്നേരം വരും, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ മുറിയൊക്കെ അദ്ദേഹത്തിൻ്റെ രക്തവും ചിലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് നടക്കും. ഇങ്ങനെ എത്ര കാലം? 1 വർഷമാണ്, 2 വർഷമാണ്, 3 വർഷമാണ്, പോട്ടെ 10 വർഷമാണ്, 18 വർഷം. ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, 18 വർഷം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ നിലയിൽ അള്ളാഹ് പരീക്ഷിച്ചു. അവസാനം അദ്ദേഹത്തിന് പല നിലയിലും സഹിക്കവയ്യാതായപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നാവിൽ രോഗം പിടിപെടുന്നുണ്ട്. അദ്ദേഹത്തിന് ആശ്വാസമാകെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉണ്ടല്ലോ, അള്ളാഹുവിനെ സ്മരിക്കാൻ, നാവുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ദിക്റിലായി ചലിപ്പിക്കാൻ എന്നുള്ള ഒരാശ്വാസം മാത്രമുള്ളായിരുന്നു. പ്രിയമുള്ളവരെ, ഇതിനും രോഗം പിടിപെട്ട സമയത്ത് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അന്നി മസ്സനി അദ്ദുറു, എനിക്കൊരു കെടുതി എന്നെ പിടികൂടിയിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പരാതിയുണ്ടോ, പരിഭവങ്ങളുണ്ടോ? ഞാനൊരു പ്രവാചകനായിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാണോ പഠിച്ചോനെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എല്ലാം സഹിച്ചു, ത്യജിച്ചു, അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചു. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഹൃദയവും നഷ്ടപ്പെട്ട് എന്ന് തോന്നുന്ന സമയത്താണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഫസ്തജബ്നാ ലഹു, പരാതിയില്ലാത്ത പ്രാർത്ഥന അള്ളാഹുവിനോട്. അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവനിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് പടച്ചോനെ, അതുകൊണ്ട് നീ എന്നോട് കരുണ ചെയ്യ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിനോട് അള്ളാഹ് പറഞ്ഞു, ഖുർആൻ പറയുന്നുണ്ട്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഉർകുദ് ബിരിജിലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. അദ്ദേഹത്തിൻ്റെ കടന്ന സ്ഥലത്ത് കാലിട്ടടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ വെള്ളം പ്രത്യക്ഷപ്പെട്ടു. ആ വെള്ളം ഉപയോഗിച്ച് അദ്ദേഹത്തോട് കുളിക്കാൻ വേണ്ടി പറഞ്ഞു. കുളിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യമായ മുഴുവൻ അസുഖവും മാറി. അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ കൊടുത്തു, ആരോഗ്യവാനായി.
പിന്നെ അടുത്ത കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെയും ഒന്ന് കാലിട്ടടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ കാലിട്ടടിച്ചു. അതോടുകൂടി അവിടുന്ന് വെള്ളം വന്നു. അതുകൊണ്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കുടിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ആന്തരികമായ മുഴുവൻ അസുഖങ്ങളും മാറി. ആന്തരികവും സുഖപ്പെട്ടു, ബാഹ്യവും സുഖപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വർണത്തിൻ്റെ പക്ഷികൾ പറന്ന് വന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇങ്ങനെ നീട്ടിയിട്ട് അതിനെങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അയ്യൂബ്, ഞാൻ നിന്നെ ധനികനാക്കിയത് നീ ഇപ്പം കണ്ടില്ലേ? ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദാനം ഞാൻ പൂർത്തിയാക്കിയില്ലേ? നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവേ, നീ നിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നിൻ്റെ ബർക്കത്തും കൂടി വേണമെന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ, നിനക്ക് ബർക്കത്തും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സമ്പത്ത് ഉണ്ടാകുക എന്ന് മാത്രമല്ല, ആ സമ്പത്ത് ബർക്കത്താകണം. എങ്ങനെ ബർക്കത്താകൽ? കുറേ സമ്പത്ത് പിന്നെയും കൂടാന്നാണോ? അല്ല. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നമുക്ക് തന്ന നിഅമത്തുകൾ ചെലവഴിക്കപ്പെടാം. അത് ചിലപ്പോൾ സമ്പത്തിൻ്റെ രൂപത്തിലാകും, അത് ചിലപ്പം ആരോഗ്യത്തിൻ്റെ രൂപത്തിലാകും, അത് ചിലപ്പം അറിവിൻ്റെ രൂപത്തിലാകും, അല്ലെങ്കിൽ പല രൂപത്തിലാകാം. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നിലയിൽ അതിനെ വിനിയോഗിക്കുക. അപ്പോഴാണ് അതിൽ ബർക്കത്ത് ഉണ്ടാകുക, അതിൽ വിശാലത ഉണ്ടാകുക, ദീർഘായുസ് കിട്ടുക. ആയുസിൽ ബർക്കത്തിട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് മരിക്കേണ്ടത് നാളെ മരിക്കാമെന്നാണോ? അല്ലല്ലോ. മറിച്ച് അള്ളാഹു ആയുസ് നിശ്ചയിച്ചതാണ്. പക്ഷേ അതിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഒരാൾ 80 വർഷം കൊണ്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് 30 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. 30 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. ചില ആളുകൾ മരിച്ചാലും ഇതാ നമ്മുടെ ഈ പള്ളി അല്ലേ, നമ്മുടെ ഈ പള്ളി എപ്പോഴും ഇബ്രാഹിം ഹാജിക്കെ സ്മരിക്കപ്പെടാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തു വെച്ച് ഇപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കപ്പെടാണ്. എത്ര കാലം അദ്ദേഹം ചെയ്തു വെച്ചൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇതാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. അത്രയും അദ്ദേഹത്തെ സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മുടെ മുൻഗാമികൾ അവർ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകൾ, ഇതൊക്കെ അവർ നിലക്കുന്ന സമയത്ത്, അവർ വഫാത്താകുന്ന സമയത്ത് പിന്നെ അവർ സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാണ്. ഈ സമയത്ത് നമുക്ക് ഒരാത്മധൈര്യം പകരേണ്ടത് ഏത് പ്രതികൂല സാഹചര്യത്തിലും, അത് തെറ്റിൻ്റെ മുമ്പിലാകട്ടെ, അത് പരീക്ഷണങ്ങളുടെ മുമ്പിലാകട്ടെ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മുമ്പിലാകട്ടെ, അല്ലെങ്കിൽ ദേഹേച്ഛകളുടെ മുമ്പിലാകട്ടെ, ഞാൻ ഒരിക്കലും പതറൂല, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കണമെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അതാണ് സമാധാനം, അതാണ് ആശ്വാസം, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, അതേപോലെ തന്നെ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനുമായിട്ട് ദുൽമ് കലർത്തിയില്ല. എന്താ ദുൽമ് എന്ന് പറഞ്ഞാൽ? ശക്ക്, സംശയം, പരലോകത്തെക്കുറിച്ച് സംശയം, അതേപോലെ തന്നെ ഉറപ്പില്ലായ്മ, ഇതിനാണ് ദുൽമെന്ന് പറയാം. ഇത് കലർത്താത്ത ഈമാൻ, പ്യൂർ ഈമാൻ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അല്ലാഹ് പറയാണ്, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് സമാധാനം, അവർക്കാണ് നിർഭയത്വം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പ്രിയമുള്ളവരെ, അവർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ട്. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫലസ്തീനിൽ ആ മക്കൾ, ചെറിയ ചെറിയ മക്കൾ, അവർ വലിയ വലിയ ഭീകരാവസ്ഥകൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും കാരണം എന്താണ്? അവർ ചെറുപ്പം മുതലേ ശീലിച്ച ഈമാനാണ്. കെലിമയിലുള്ള ഈമാൻ, ഉറച്ച ഈമാൻ, അവരൊരിക്കലും അത് തളർത്തിയില്ല. ഇതേപോലെയുള്ള ഈമാനാണ് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതാണ് നമ്മുടെ ശാശ്വതമായ നിലനിൽപ്പിനും തഖ്വക്കൊക്കെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹുള്ള ഉറച്ച യഖീനും അതിലൂടെയുള്ള സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد وبارك وسلم عليه. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك. اللهم أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى برحمتك يا أرحم الراحمين. يا أول الأولين، يا آخر الآخرين، يا ذا القوة المتين، يا راحم المساكين. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنك عفو كريم تحب العفو فاعف عنا يا كريم. اللهم بارك لنا فيما رزقتنا وقنا عذاب النار.
اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. على الله توكلنا لا حول ولا قوة إلا بالله العلي العظيم. യാ അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, കൃപയുള്ള അല്ലാഹ്, ഔദാര്യവാനായ അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹു ഈ രാത്രി സമയത്ത് നിൻ്റെ പള്ളിയിൽ നിൻ്റെ കാരുണ്യം, നിൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പഠിച്ചോനെ. അല്ലാഹു നീ ഞങ്ങളെ പാഴാക്കല്ല പഠിച്ചോനെ, നീ ഞങ്ങളെ കബൂലാക്ക പഠിച്ചോനെ. അല്ലാഹു ഈ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളുടെ സന്താന പരമ്പരകൾ ആരെയും നീ പാഴാക്കല്ല പഠിച്ചോനെ. അല്ലാഹു നീ ഞങ്ങളെ കബൂലാക്ക പഠിച്ചോനെ. അല്ലാഹു ഈ പാതിരാത്രി നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ ഒരിക്കലും തട്ടിക്കളയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലാഹുവേ. അല്ലാഹു ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കായിട്ടും കൂട്ടായിട്ടും ഒരുപാട് തിന്മകൾ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചവരാണ് പഠിച്ചോനെ. നിൻ്റെ ഔദാര്യം അതിവിശാലാണ് പഠിച്ചോനെ. നിൻ്റെ ഔദാര്യത്തിലേക്ക് നോക്കി ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കിക്കൊണ്ട് പഠിച്ചോനെ. ഞങ്ങളുടെ ഹൃദയത്തെ നീ കഴുകി ശുദ്ധിയാക്കിക്കൊണ്ട് പഠിച്ചോനെ. എല്ലാ ഖൈറിൻ്റെ വഴികളും തുറന്നുകൊണ്ട് എല്ലാ ഖൈറിൻ്റെ വഴികളും എളുപ്പാക്കിക്കൊണ്ട് എല്ലാ ഷർറിൻ്റെ കവാടങ്ങളും കൊട്ടിയടക്ക പഠിച്ചോനെ. അല്ലാഹു ഞങ്ങൾക്ക് ഈമാനോടുകൂടി ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നസീബാക്കി പഠിച്ചോനെ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുക പഠിച്ചോനെ. ഒരു മനുഷ്യന് ഈമാനിന് ശേഷം നൽകപ്പെടുന്ന ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണല്ലോ പഠിച്ചോനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലയിലുള്ള വാർദ്ധക്യത്തെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കുക പഠിച്ചോനെ. ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്തുണ്ടല്ലോ പഠിച്ചോനെ. ഞങ്ങൾ ആരെയും മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരാക്കല്ല പഠിച്ചോനെ. ഞങ്ങളുടെ കരങ്ങൾ എപ്പോഴും മുകളിലുള്ള കൊടുക്കുന്ന കൈകളാക്കി പഠിച്ചോനെ. മറ്റുള്ളവരോട് കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കാർക്കും ജീവിതത്തിൽ വരുത്തല്ല പഠിച്ചോനെ. ഞങ്ങൾക്ക് നീ മതിയായവനാണ് പഠിച്ചോനെ. നീ ഗനിയാണ് പഠിച്ചോനെ. നഹ്നു ഫുഖറാഉൻ ഇലൈക്. ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ് പഠിച്ചോനെ. ഞങ്ങളെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നീ മതിയായവനാണ് പഠിച്ചോനെ. ഞങ്ങളുടെ മുഴുവൻ ചെറുതും വലുതുമായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കിക്കൊണ്ട് പഠിച്ചോനെ. ഞങ്ങളൊരാളിലേക്കും ഏൽപ്പിക്കല്ല പഠിച്ചോനെ. ഞങ്ങളെ നീ ഒരിക്കലും കടക്കാരാക്കല്ല പഠിച്ചോനെ. കടം എന്നുള്ള വലിയ പ്രതിസന്ധിയിൽ ഞങ്ങളെല്ലാവരും നീ രക്ഷപ്പെടുത്തി പഠിച്ചോനെ. നാളെ ഞങ്ങളുടെ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കടത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ല പഠിച്ചോനെ. ഒരു ഉറുപ്പ്യ പോലും കടല്ലാതെ ഇസ്സത്തോടു കൂടി ജീവിക്കാനും ഇസ്സത്തോടു കൂടി നിന്നിലേക്ക് യാത്രയാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ട് പഠിച്ചോനെ. എല്ലാ ഖൈറിൻ്റെ വഴികളും തുറന്നുകൊണ്ട് പഠിച്ചോനെ. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും രോഗികളാണല്ലോ. ഞങ്ങളുടെ വീടുകളിൽ പലരും രോഗികളാണല്ലോ. വാർദ്ധക്യം ബാധിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ വല്യമ്മമാരെ കണ്ടു പഠിച്ചോനെ. അവർക്കൊക്കെ നീ ആഫിയത്തോട് പഠിച്ചോനെ. പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുക പഠിച്ചോനെ. കരുണയുള്ള ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കുക പഠിച്ചോനെ. അവരെ പരിചരിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് പഠിച്ചോനെ. അവർക്ക് സബ്റും ഹിൽമും ഉയർന്ന പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുക പഠിച്ചോനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ വല്യമ്മമാരൊക്കെ ഇന്ന് ഖബറിലാണ് പഠിച്ചോനെ. അവരുടെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ചോനെ. ഞങ്ങളുടെ നന്മ ആഗ്രഹിച്ചവർ, ഞങ്ങളെ പോറ്റി വളർത്തിയവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചവർ, അവർക്കാകുള്ള പ്രതീക്ഷ മക്കൾ അല്ലെങ്കിൽ പേരമക്കൾ, അവർ ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലോ പഠിച്ചോനെ. ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ ഖബറിലേക്ക് വെളിച്ചവും പ്രകാശവും സന്തോഷമായിട്ട് നീ എത്തിച്ചു കൊടുക്കുക പഠിച്ചോനെ. അവരുടെ ഇടുങ്ങിയ ഖബറിനെ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുക. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കല്ല. അവരുടെ ഖബറിൽ സ്വർഗീയ അനുഭൂതികളും ആനന്ദങ്ങളും നൽകി അനുഗ്രഹിക്കുക പഠിച്ചാനും. എല്ലാ പ്രയാസങ്ങളും അവരെ തൊട്ട് നീ ദൂരീകരിക്കുക പഠിച്ചാനും. ഞങ്ങളെ പോറ്റി വളർത്തുന്നതിനിടയിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പഠിച്ചാനും. സാമ്പത്തിക രംഗങ്ങൾ നന്നാക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല പഠിച്ചാനും. ഒരുപാട് നിൻ്റെ കൽപ്പനകൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാകും പഠിച്ചാനും. നിൻ്റെ ഔദാര്യം കൊണ്ട് കരുണയുള്ള നീ അവർക്കെല്ലാം യഥേഷ്ടം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുക പഠിച്ചാനും. എല്ലാം നീ മാപ്പാക്കി കൊടുക്കുക പഠിച്ചാനും. ഞങ്ങളെ മക്കളെ നീ സ്വാലീഹങ്ങളാക്കി പഠിച്ചാനും. ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളെ മക്കളാണല്ലോ പഠിച്ചാനും. ബാക്കിയുള്ള സമ്പത്തൊക്കെ നീൽ പോലെ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുമല്ലോ പഠിച്ചാനും. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ ഖബറിലേക്ക് അമലു സാലിഹാത്തുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മക്കൾ കാരണമാണല്ലോ പഠിച്ചാനും. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി പഠിച്ചാനും. അനുസരണയുള്ള മക്കളാക്കി പഠിച്ചാനും. സൽസ്വഭാവികളാക്കി പഠിച്ചാനും.
അള്ളാഹു ഞങ്ങളുടെ മക്കൾക്കൊക്കെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും അള്ളാഹു തിരിച്ചറിവും നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. ദുനിയാവിൻ്റെ മുഴുവൻ ദുഷിപ്പുകളിൽ ഞങ്ങളെ മക്കളെയൊക്കെ നീ കാത്ത് രക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹു യഥാർത്ഥമായ ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹുയെ നല്ലൊരു സത്യവിശ്വാസിയായി ജീവിക്കാൻ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു അതിനുള്ള പക്വതയും പാകതയൊക്കെ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളെ പരമ്പരയെ നീ കബൂലാക്കുക പഠിച്ചാണ്. ഞങ്ങളെ പരമ്പരയിൽ ആരെയും നീ മഹ്റൂമിങ്ങളാക്കല്ല പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളുടെ മക്കളെയും പരമ്പരയൊക്കെ ഉഖ്റവിയായ ഹാഫിദീങ്ങളും ആലിമുകളും അള്ളാഹു ദായികളാക്കി പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളെല്ലാവരും നീ കബൂലാക്കി പഠിച്ചാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ട് പഠിച്ചാണ്. അള്ളാഹു വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വിശാലമായ വീട് നൽകി അനുഗ്രഹിക്കല്ല. അള്ളാഹു ഉള്ള വീട്ടിൽ വിശാലത നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിന് നീ വിശാലമാക്കി പഠിച്ചാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുള്ള ഒരു മനസ്ഥിതി തന്ന് അനുഗ്രഹിക്കുക പഠിച്ചാണ്. ഞങ്ങളാരെയും മനസ്സ് നീ ഇടുക്കമാക്കല്ല പഠിച്ചാണ്. അള്ളാഹുയെ എല്ലാവിധ ശൈത്താനിയത്തും ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ദൂരെയാക്കി പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളുടെ മനസ്സിനെയൊക്കെ നീ ഒന്നാക്കി പഠിച്ചാനെ, നന്നാക്കുക അള്ളാഹുയെ. പരസ്പരം അള്ളാഹുയെ മാതാപിതാക്കൾ, മക്കൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, കുടുംബക്കാർ എല്ലാവർക്കും ഇടയിൽ ഒത്തൊരുമയും സ്നേഹവും ബഹുമാനവും ആദരവും ഐക്യവും ഒക്കെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി പഠിച്ചാണ്. അള്ളാഹു ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കല്ല പഠിച്ചാണ്. അള്ളാഹു അനൈക്യങ്ങൾ ഉണ്ടാക്കല്ല പഠിച്ചാണ്. അള്ളാഹു നീ ഞങ്ങൾ അതിനെ നീ കാത്തു രക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ അള്ളാഹു വിവാഹപ്രായം എത്തിയ അള്ളാഹുയെ യുവാക്കൾ യുവതികൾക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ മക്കളില്ലാത്തവർക്ക് അള്ളാഹുയെ സ്വാലിഹീങ്ങളായ മക്കൾ നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ നല്ല ഇസ്സത്തിൻ്റെ സാമ്പത്തിക മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നുകൊണ്ട് പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളെല്ലാത്തിലും പുരോഗതി തന്ന് അനുഗ്രഹിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ ലോക മുസ്ലിം രാജ്യങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ ഞങ്ങളൊക്കെ നീ ഇടത്തുനിന്നും വലത്തുനിന്നും മുകളിൽ നിന്നും താഴെന്നും അള്ളാഹു എല്ലാ ഭാഗത്തും നീ സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുവെ ശത്രുക്കളുടെ കരങ്ങളിൽ നീ സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുവെ കരുണയുള്ള അള്ളാഹുവെ നീ സമാധാനം പൊതുവാക്കുക പഠിച്ചാണ്. സമാധാനം ആമാക്കുക പഠിച്ചാണ്. അള്ളാഹു മുസ്ലിമുകൾക്ക് നീ ഇസ്സത്ത് കൊടുക്കുക പഠിച്ചാണ്, അന്തസ്സ് കൊടുക്കുക പഠിച്ചാണ്. അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. അള്ളാഹു ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹുയെ നീ അവരെ ഹിദായത്തിലാക്കുക പഠിച്ചാണ്. അള്ളാഹുയെ നിൻ്റെ തീരുമാനത്തിൽ അവർക്ക് ഹിദായത്തില്ലെങ്കിൽ അള്ളാഹുയെ നീ അവരെ കൈക്ക് പിടിക്കുക പഠിച്ചാണ്. അവരുടെ കുതന്ത്രങ്ങളെ നീ പാഴാക്കുക പഠിച്ചാണ്. അവരെ നീ നശിപ്പിച്ച് കളയ പഠിച്ചാണ്. അള്ളാഹുയെ നമ്രൂദിനെയും ഹാമാനിനെയും ഫിറഔനിനെയും ഖാറൂനിനെയൊക്കെ അള്ളാഹുയെ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് പാഠമാകുന്ന നിലയിൽ നീ നശിപ്പിച്ചിട്ടുണ്ടല്ലോ പഠിച്ചാണ്. അള്ളാഹു ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അള്ളാഹു ഇത്തരം ശത്രുക്കളെ നീ നശിപ്പിക്കുക പഠിച്ചാണ്. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് വാർത്താ പഠിച്ചാണ്. അള്ളാഹു മുസ്ലിം രാജ്യങ്ങളെ നീ സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹു ഹറമൈൻ ഷരീഫിനെ നീ സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ മസ്ജിദുൽ അഖ്സനെ നീ സംരക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹു എല്ലാ നിലയിലും അള്ളാഹുയെ ഔന്നിത്യം നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. എല്ലാ ഖൈറിൻ്റെ വഴികളും തുറന്നുകൊണ്ടല്ല. ഞങ്ങളുടെ ഹബീബ് എന്തെല്ലാം നന്മയായ കാര്യങ്ങൾ ചോദിച്ചു അതൊക്കെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കല്ല. എന്തെല്ലാം തിന്മയായ കാര്യങ്ങളിൽ നിന്നോട് കാവൽ തേടിയോ അതിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുക പഠിച്ചാണ്. അള്ളാഹുയെ ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനും അള്ളാഹുയെ ഈമാനോടുകൂടി സത്യവിശ്വാസിയായി സ്വർഗം കണ്ട് കലിമ ചൊല്ലി മരിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് പഠിച്ചാണ്. അള്ളാഹു ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കിക്കൊണ്ട് പഠിച്ചാണ്. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കിക്കൊണ്ട് പഠിച്ചാണ്. ഞങ്ങളുടെ മുഴുവൻ അമലുകൾ നീ സ്വീകരിക്കുക പഠിച്ചാണ്. ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹു റമളാൻ കൊണ്ടൊരടിമക്ക് നീ എന്തൊക്കെ നന്മകളാണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുക പഠിച്ചാണ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل على الله توكلنا لا حول ولا قوة إلا بالله العلي العظيم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.